എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ വേണ്ടി ആ മനുഷ്യൻ അമ്മാവനെ കൊലപ്പെടുത്തുന്നു. പക്ഷേ പെട്ടെന്ന് ചുമരിലെ ഒരു പെയിന്റിങ്ങിൽ പുതുതായി കുഴിച്ച ഒരു ശവക്കുഴി പ്രത്യക്ഷപ്പെടുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. എന്നിരുന്നാലും താൻ അത് കാണുന്നില്ലെന്ന് ബട്ട്ലർ അവകാശപ്പെടുന്നു. പെയിന്റിംഗ് വീണ്ടും മാറിയപ്പോൾ ജെറി തന്റെ അമ്മാവനെ അടക്കം ചെയ്തു. ശവക്കുഴിയിൽ ഒരു ശവപ്പെട്ടി പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ബട്ട്ലർ ജെറി തെറ്റിദ്ധരിച്ചിരിക്കണമെന്ന് നിർബന്ധിക്കുന്നു. പരിഭ്രാന്തനായ ജെറി പെയിന്റിംഗ് എടുത്ത് താരതമ്യം ചെയ്യാൻ ശ്മശാനത്തിലേക്ക് ഓടുന്നു. അത് പെയിന്റിംഗുമായി പൊരുത്തപ്പെടുന്നതായി അയാൾ കണ്ടെത്തി. പക്ഷേ ശവപ്പെട്ടി പുറത്തുവരുന്നില്ല. ഭയന്ന് പെയിന്റിംഗ് കത്തിക്കാൻ അയാൾ തിടുക്കത്തിൽ അടുപ്പിലേക്ക് എറിയുന്നു. എന്നിരുന്നാലും കിടപ്പുമുറിയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ശവപ്പെട്ടി തുറന്നിരിക്കുന്ന പെയിന്റിംഗ് ചുമരിൽ തിരികെ വച്ചിരിക്കുന്നത് അയാൾ കാണുന്നു. ജെറിക്ക് ഭയന്ന് നിലവിളിക്കാതിരിക്കാൻ കഴിയില്ല. പെയിന്റിംഗ് എല്ലായ്പ്പോഴും മാറ്റമില്ലാതെ അവിടെയുണ്ടെന്ന് ബട്ട്ലർ ഇപ്പോഴും വാദിക്കുന്നു. സംശയാസ്പദമായ ജെറി പടിക്കെട്ടുകളിലേക്ക് മടങ്ങുമ്പോൾ പെയിന്റിംഗ് അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരികെ വന്നതായി കണ്ടെത്തുന്നു. മദ്യപിച്ച് ഭ്രാന്തനായതിന് ബട്ട്ലർ ജെറിയെ പരിഹസിക്കുന്നു. ഇത് ജെറിയെ ദേഷ്യം പിടിപ്പിച്ച് ചായട്രേ മറിഞ്ഞു. ബട്ട്ലർ ഉടൻ തന്നെ രാജിവെച്ച് മാളിക വിടുന്നു. കിടക്കയിൽ കിടന്ന് എണീറ്റ് തിരിയുമ്പോൾ പെട്ടെന്ന് മുൻവാതിൽ തുറക്കുന്ന ശബ്ദം അവൻ കേട്ടു. പരിശോധിക്കാൻ അവൻ താഴേക്ക് പോകാൻ ഒരുങ്ങുന്നു. പക്ഷേ പെയിന്റിംഗിന്റെ അരികിൽ മരവിച്ചു. അവന്റെ അമ്മാവൻ ശവപ്പെട്ടി ഉപേക്ഷിച്ച് ചിത്രത്തിലെ മുൻവാതിലിൽ നിൽക്കുന്നു. ജെറി സഹായത്തിനായി നിലവിളിക്കുന്നു. പക്ഷേ ബട്ട്ലർ രാജിവെച്ചിരിക്കുന്നു. ആരും പ്രതികരിക്കുന്നില്ല. അവൻ വീണ്ടും പെയിന്റിംഗിലേക്ക് നോക്കുമ്പോൾ അവന്റെ അമ്മാവൻ ഒരു ദുഷ്ടഭാവത്തോടെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. ജെറി ഉടൻ തന്നെ വാതിൽ പൂട്ടി എല്ലാ ജനാലകളും അടച്ചിടുന്നു. താമസിയാതെ കാലടികളും വാതിലിൽ ശക്തമായി ഇടിക്കുന്നതും അവൻ കേൾക്കുന്നു. അതേസമയം പെയിന്റിംഗിൽ അവന്റെ അമ്മാവൻ വാതിൽപ്പടിയിൽ നിൽക്കുന്നു. ജെറി രക്ഷപ്പെടാൻ മുകളിലേക്ക് ഓടുന്നു. പക്ഷേ അമ്മാവന്റെ ഛായാചിത്രം തന്നെ നേരിട്ട് നോക്കുന്നത് കാണുന്നു. അമിതമായ ഭയം ജെറിയുടെ മനസ്സിനെ പൂർണ്ണമായും തളർത്തുന്നു. അവൻ ഛായാചിത്രം പിടിച്ചെടുക്കുകയും അത് തകർക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ സമനില തെറ്റി പടികൾ താഴേക്ക് വീഴുന്നു. ഈ നിമിഷം വാതിൽ തുറക്കുകയും ഒരു രൂപം അകത്തേക്ക് വരികയും ചെയ്യുന്നു. ജെറി മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച ശേഷം അവൻ ശാന്തമായി ഡോക്ടറെയും പോലീസിനെയും വിളിക്കുന്നു. ഇത് അടുത്തിടെ രാജിവെച്ച ബട്ട്ലറാണെന്ന് വ്യക്തമാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിപുലമായ തന്ത്രമായിരുന്നു. 8 ചിത്രങ്ങൾ വരയ്ക്കാൻ അദ്ദേഹം ഒരു കലാകാരനെ നിയമിച്ചു. ജെറിയെ ഭയപ്പെടുത്തി കൊല്ലാൻ ഒരു പ്രേത പ്രതികാര കഥ സൃഷ്ടിച്ചു. അമ്മാവന്റെ വിൽപത്രം അനുസരിച്ച് ബട്ട്ലറുടെ അനന്തരാവകാശം ജെറിയുടേതിന് തൊട്ടുപിന്നാലെയാണ്. അയാൾ ആഹ്ലാദിക്കുകയും സ്വത്തുക്കളുടെ കണക്കെടുപ്പ് നടത്താൻ പോകുകയും ചെയ്യുമ്പോൾ ബട്ട്ലർ പെട്ടെന്ന് മരവിക്കുന്നു. പെയിന്റിംഗിൽ ഒരു പുതിയ ശവക്കുഴി പ്രത്യക്ഷപ്പെട്ടു. ബട്ട്ലർ ഞെട്ടലിൽ നിന്ന് കരകയറുന്നതിനു മുമ്പ് ശവക്കുഴി കുഴിച്ചു മൂടപ്പെടുന്നു. തുടർന്ന് ജെറി ശവപ്പെട്ടിയിൽ നിന്ന് ഇഴഞ്ഞു നീങ്ങി മാളികയുടെ മുൻവാതിലിലൂടെ നടക്കുന്നു. ബട്ട്ലർ ആകെ വിറച്ച് നിലവിളിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. കാരണം ഇത്തവണ അത് പ്രതികാരത്തിനായി വരുന്ന ഒരു പ്രേതമായിരിക്കാമെന്ന് അവനറിയാം. കഥയുടെ ഗുണപാഠം: അത്യാഗ്രഹവും വഞ്ചനയും പെട്ടെന്ന് നേട്ടങ്ങൾ കൊണ്ടുവന്നേക്കാം. പക്ഷേ അവസാനം കുറ്റബോധം എപ്പോഴും അതിന്റെ അവകാശം അവകാശപ്പെടാൻ തിരിച്ചുവരുന്നു. കൂടുതൽ രസകരമായ സിനിമാ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.